അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ വിചാരിച്ചു, അതായത് വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 45 ദിവസം കഴിഞ്ഞു. അതായത് മാർച്ച് 15-നൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് ഇട്ടാന്ന് എൻ്റെ ഓർമ്മ. അപ്പൊ എനിക്ക് തോന്നി എൻ്റെ ഒരു അതായത് 45 ദിവസം ഞാൻ ആദ്യം എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. പക്ഷെ എന്നെ ഇതിൽ പിടിച്ചു നിർത്താൻ കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതും കൂടി ഇവിടെ പറയാമെന്ന്. അതായത് ഒരു വാക്ക് എൻ്റെ ലൈഫിൽ ഇപ്പോൾ കുറച്ച് നല്ല രീതിയിൽ സ്ട്രൈക്ക് ആയിട്ടുണ്ട്. അതായത് മാനിഫെസ്റ്റേഷൻ എന്നാണ് വാക്ക്. കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഞാനിത് കുറേ മുന്നേ ഒന്നും ഇതിനെപ്പറ്റി അത്ര ബോധമുണ്ടായിരുന്നു. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ എൻ്റെ മനസ്സിൽ എവിടെയും അത് സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഈ വാക്ക് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന കേൾക്കുന്ന എപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അശ്വിൻ ബ്രോ മാനിഫെസ്റ്റേഷനെ പറ്റി ഇടയ്ക്ക് പറയാറുണ്ട്. അതായത് എന്തെങ്കിലും ആവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ യു ഷുഡ് മാനിഫെസ്റ്റ് ഫസ്റ്റ്. അപ്പൊ ഞാൻ ആ വാക്ക് കേട്ടു. പിന്നെ അത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കാര്യമാക്കിയില്ല. പക്ഷെ പിന്നീട് എവിടെയൊക്കെയോ വെച്ചിട്ട് ഈ വാക്കും ഇതൊക്കെ കുറെ വീഡിയോസിലും യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ ഞാൻ കേൾക്കാൻ തുടങ്ങി കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു അത് എന്താണെന്ന് അറിയാം. അതിനെപ്പറ്റി കൂടുതൽ വീഡിയോസ് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കേട്ടു തുടങ്ങി. അങ്ങനെ അതിനെപ്പറ്റി കൂടുതലായിട്ട് കേൾക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഉണ്ട് അമ്മ ഇതുപോലെ മാനിഫെസ്റ്റേഷനും ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മ ഇതായിരുന്നു അതിനെപ്പറ്റി പറയാൻ തുടങ്ങിയത്. അപ്പൊ പിന്നീടാണ് ഇങ്ങനെ അമ്മ അതിനെപ്പറ്റി കുറെ വീഡിയോസ് ഒക്കെ കാണാൻ തുടങ്ങി. അമ്മ ഒരു ടീച്ചർ ഫോളോ ചെയ്യുന്നുണ്ട്, അവര് മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത്. പിന്നെ അമ്മ ഇതിനെപ്പറ്റി കുറെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി. ചില കോട്ട്സും ചില റൈറ്റിങ്സ് ഒക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് ഇപ്പൊ വീഡിയോ ഒക്കെ ചെയ്യാൻ ഈ മാനിഫെസ്റ്റേഷൻ വലിയൊരു കാരണമാണ്. അതായത് മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ഒരാഴ്ച അല്ലെങ്കിൽ 2 ദിവസം അതിൽ കൂടുതൽ എനിക്കതിൽ പിടിച്ചു വെക്കാൻ പറ്റാറില്ല. ഞാനത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മറക്കും. ഞാൻ ആ കാര്യങ്ങളൊന്നും പിന്നെ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ ഞാനൊരു ഒരു കാര്യം ചെയ്യണമെന്ന് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൽ തന്നെ പിടിച്ചു നിൽക്കാൻ തുടങ്ങി കേട്ടോ. അതിന് കുറേ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മേ ബി ഞാനിപ്പോൾ ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും അത് എഴുതി വെക്കാറുണ്ട്. മുമ്പ് എനിക്ക് ഡയറി എഴുതുന്ന ശീലം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഡെയിലി ഞാൻ ഡയറി എഴുതുന്നില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി എഴുതി വെക്കും. അതുപോലെ ഡെയിലി ഞാൻ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ച് ഡെയിലി അതിനെപ്പറ്റി ആലോചിക്കും. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ അതെന്നെ വല്ലാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇതിലൊരു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ മനസ്സിലാക്കിയത്, പലപ്പോഴും ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ പോലും എനിക്ക് ആ കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ടാവാറില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീഡിയോനെ പറ്റിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഒരു വീഡിയോ വ്ളോഗിങ് ഒക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. പക്ഷെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ളൊരു വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഞാനത് ചെയ്യാൻ എത്ര ശ്രമിച്ചാലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇനീഷ്യലി എനിക്ക് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിക്കും, പക്ഷെ എനിക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻസേ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി. അതായത് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വിശ്വാസം വേണമല്ലോ, അതുണ്ടാക്കാൻ തുടങ്ങി. ആ തോട്ട് പ്രോസസ്സ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ കോൺഫിഡൻസ് തരാൻ തുടങ്ങി. അപ്പോൾ പണ്ടൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് എൻ്റെ മനസ്സിൽ എൻ്റെ തോട്ട് പ്രോസസ്സ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, അതെന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ പിന്നീട് ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അതെന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ ആദ്യം എന്നെ പറഞ്ഞ് മനസ്സിലാക്കും. എന്നിട്ടേ ഞാൻ ആ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുള്ളൂ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് തന്നെ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് തന്നെ സംസാരിക്കുക. അതായത് ഉറക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടില്ല, നമ്മളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് ദിസ് യു ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ ആദ്യം നമ്മൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ജോലി, അതായത് ഒരു മേ ബി ഒരു 15,000-ൻ്റെയോ അല്ലെങ്കിൽ ഒരു 10,000 15,000 ജോലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് അത്രയും കപ്പാസിറ്റി ഇല്ല എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ ആ ഒരു ലെവൽ ഓഫ് ജോലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ലല്ലോ. അതുപോലെ ഇതൊക്കെ മുന്നേ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു എക്സാമ്പിളൊക്കെ കേട്ടോ. അപ്പോൾ ആദ്യം സ്വന്തം അത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുക, എന്നിട്ട് മാത്രം ആ കാര്യം ചെയ്യാൻ ശ്രമിക്കുക. ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ പരിപാടി നടക്കും. ഈ മാനിഫെസ്റ്റേഷൻ്റെ ഒക്കെ ഒരു ബേസ് അല്ലെങ്കിൽ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് സ്വയം
ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ്. പിന്നീട് ബാക്കി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വർക്കൗട്ട് ആവുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി മാനിഫെസ്റ്റേഷനൊക്കെ പറ്റിയിട്ട് എനിക്ക് അറിയുന്നതും ഞാൻ കേട്ട കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ പിന്നീട് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വേറെ ദിവസം കാണാം. അപ്പോൾ ഗുഡ് ബൈ കേട്ടോ, എല്ലാവരും ഉഷാറാക്കുക.